കഷ്ടതയുടെയും കയ്പിൻ്റെയും വേദനയുടെയും നിരാശയുടെയും ഒറ്റപ്പെടലിൻ്റെയും ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. എക്സൽ മീഡിയയിലൂടെ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി 116 സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. 116 സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ അത് ദാവീദിനാൽ എഴുതപ്പെട്ട ഒരു സങ്കീർത്തനമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എഴുതിയ പശ്ചാത്തലം ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ഈ സങ്കീർത്തനം 1 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു വസ്തുത എന്ന് പറയുന്നത് ദാവീദ് വളരെ കഷ്ടതയുടെയും കയ്പിൻ്റെയും വേദനയുടെയും നിരാശയുടെയും ഒറ്റപ്പെടലിൻ്റെയും, ഒന്നുകൂടെ പറഞ്ഞാൽ രോഗത്തിൻ്റെ കാഠിന്യ അവസ്ഥയിലൂടെ മരണത്തോടടുത്ത ഒരു സാഹചര്യത്തിൽ എഴുതപ്പെട്ട, അല്ലെങ്കിൽ അതിൽ നിന്നും വിടുതൽ പ്രാപിക്കപ്പെട്ടപ്പോൾ ദൈവത്തോട് നന്ദി സൂചകമായി രേഖപ്പെടുത്തിയ ഒരു കൃതജ്ഞതാ ഗീതമായിട്ടാണ് ഈ സങ്കീർത്തനത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുവാൻ കഴിയുന്നു: തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. അപ്പോൾ ദാവീദ് മരണത്തോളം എത്തപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. അപ്പോൾ പ്രാണനെ രക്ഷിക്കണം, മരണത്തിൻ്റെ വക്കോളം എത്തപ്പെട്ട ഒരു സാഹചര്യമാണ്. എന്നാൽ ഈ സങ്കീർത്തനത്തിൽ എന്നെ ചിന്തിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതിൻ്റെ 1-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാതനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതുപോലെ പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ ഒരു സഹായത്തിന് വേണ്ടി ആരെങ്കിലും അന്വേഷിച്ചാൽ ഒരിക്കലും കിട്ടാത്ത ഒരു സാഹചര്യമാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരുവനുണ്ട് എന്ന് ദാവീദ് വളരെ വ്യക്തമാക്കുകയാണ് ഈ സങ്കീർത്തനത്തിലൂടെ. അപ്പോൾ ദാവീദ് പറയുന്നു, കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ട്, എൻ്റെ യാചനകൾ കേട്ടതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ കർത്താവിനെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് കഴിയുമോ? നമ്മളാരും അങ്ങോട്ട് ചെന്ന് സ്നേഹിച്ചിട്ടല്ല നമ്മുടെ ദൈവമക്കളായിട്ടുള്ളത്. എന്നാൽ കർത്താവ് നമ്മുടെ ക്ഷീണാവസ്ഥയിൽ, നമ്മുടെ രോഗാവസ്ഥയിൽ, ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിൽ, ആരും നമ്മെ സഹായിക്കാനില്ലാത്ത ഒരു ഏകാന്തതയുടെ സാഹചര്യത്തിൽ കർത്താവ് നമ്മെ തേടിത്തിരക്കി വന്ന് നമ്മളെ രക്ഷിച്ച അനുഭവമാണ് നമുക്കിന്ന് പറയാനായിട്ടുള്ളത്. എന്നാൽ ദാവീദ് അങ്ങനെയല്ല. എൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ എന്നെ രക്ഷിച്ചുകൊണ്ട് കർത്താവെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് ദാവീദ് ഇവിടെ പറയുകയാണ്. എന്താണ് സ്നേഹം എന്നത്? ആമേൻ. ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഇസ്രായേലിന് ദൈവം കൊടുത്ത കൽപ്പനയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. നിന്റെ ദൈവമായ യഹോവയെ, കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നുള്ളതാണ് ദൈവം ഇസ്രായേലിന് കൊടുത്ത കൽപ്പന തന്നെ. അങ്ങനെയെങ്കിൽ ഈ കൽപ്പനയുമായി ബന്ധപ്പെടുത്തി മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 35 മുതലുള്ള 34 മുതലുള്ള വേദഭാഗങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു വൈദികൻ, ഒരു പുരോഹിതൻ യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: കർത്താവേ, അല്ലെങ്കിൽ ഗുരു, കൽപ്പനയിൽ ഏതാണ് ഏറ്റവും വലിയ കൽപ്പന എന്ന്. അപ്പോൾ യേശു കർത്താവ് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു മറുപടി അതിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. അപ്പോൾ സ്നേഹിക്കണം എന്നുള്ളതാണ് കൽപ്പനയിൽ ഏറ്റവും വലുത്. ഈ കൽപ്പനയാണ് കർത്താവ് നമ്മോട് കാണിച്ചു തന്നത്. കർത്താവ് നമ്മെ സ്നേഹിച്ചത്. ആ സ്നേഹത്തിലൂടെയാണ് കൽപ്പന പൂർത്തീകരിക്കപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ പ്രിയരെ, നമ്മൾ ഈ കൽപ്പന പാലിക്കുന്നവരാണോ? നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുമോ? കർത്താവ് തൻ്റെ ശിഷ്യന്മാരെയും തന്നോട് അടുത്ത് ദൈവത്തിനെ കേൾക്കാനായിട്ട് സമീപിച്ച ആൾക്കാരോട്, ജനത്തോട് കർത്താവ് സംസാരിച്ചു. അത് തന്നെയായിരുന്നു, നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം, നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം, നിന്നെ ദ്രോഹിക്കുന്ന നിൻ്റെ ശത്രുക്കളെ നീ സ്നേഹിക്കണം. അപ്പോൾ സ്നേഹമാണ് കർത്താവ് നമുക്കിവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മെ എത്രത്തോളം കർത്താവ് സ്നേഹിച്ചു എന്ന് ചോദിച്ചാൽ കാൽവറിയോളം, തൻ്റെ മരണത്തോളം നമ്മെ സ്നേഹിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുകയാണ്, യഹോവയുടെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. പ്രിയരെ, നമ്മുടെ
നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടവരാണോ? നിങ്ങൾക്ക് ആരും സഹായിക്കാനില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ ഞാൻ ഒത്തിരി കഷ്ടതയിലൂടെ കടന്നു പോയിട്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ ഒരുവനുമില്ല, ആരുമില്ല എന്നുള്ള ഒരു തകർന്ന അനുഭവത്തിലൂടെയാണോ താങ്കൾ പോകുന്നത്? അങ്ങനെയെങ്കിൽ ഇന്ന് ഈ കേൾക്കുന്ന ദൈവവചന ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി ഭവിക്കുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ സ്നേഹത്തെ പങ്കുവെച്ചുകൊണ്ട്, സ്നേഹത്തെ പ്രദർശിപ്പിച്ചുകൊണ്ട് നിരവധി ആളുകളുടെ മുമ്പാകെ ആ സ്നേഹം നമുക്ക് പ്രകടമാക്കി കർത്താവ് നമ്മൾ സ്നേഹിച്ച ആ സ്നേഹം തന്നെ പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ചിന്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ